സ്വർണ്ണവില ഇന്ന് എന്താണ്, ഇനി തിങ്കളാഴ്ച കൂടുമോ, അടുത്ത ആഴ്ചയിൽ എന്തായേക്കും, അതേപോലെ ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓയിൽ താഴേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി 7.4% വർധനവ് ജനുവരി മുതൽ മാർച്ച് വരേണ്ടത്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോവിഡ് നമ്പർ ലോകത്തിൻ്റെ പല ഭാഗത്തും വീണ്ടും വരുന്നു എന്നാണ്. കോവിഡ് വീണ്ടും ഉണ്ടാകുന്നത് വളരെ നിർണായകപരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇസ്രായേൽ വെസ്റ്റേൺ സിറിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സുഡാനിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ RSF അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. പിന്നെ ഡോളറാണെങ്കിൽ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് ഈ താരിഫ് അൺസർട്ടനിറ്റി എന്നുള്ള, അല്ലെങ്കിൽ പുതിയ ഒരു പ്രശ്നം വീണ്ടും വന്നിട്ട് താരിഫ് ആദ്യം ഇതാക്കി പിന്നെ വീണ്ടും അപ്പീൽ കൊടുത്തു ഒക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്ക് ഡോളർ മിക്സ്ഡ് റെസ്പോൺസാണ് കാണിക്കുന്നത്. ഉക്രൈൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി മറ്റന്നാളെയാണ് ഈ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ ചർച്ച റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യൻ്റെ മെമ്മറണ്ടം അങ്ങോട്ട് പുറത്തേക്ക് കാണണം, എന്നിട്ടാണ് പോവുക എന്നാണ് പറഞ്ഞത്. എന്നാലും ഉറുദുഖാനൊക്കെ ഇതൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന രീതിയിലാണ് അവരുടെയൊക്കെ സംസാരം. അപ്പോൾ അമേരിക്കൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ വലിയ വർത്തമാനം വരുന്നില്ല, പക്ഷേ മുമ്പ് അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. റഷ്യ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ റഷ്യ പുതിയ സെറ്റിൽമെൻറ്റ്സുകൾ പിടിച്ചെടുത്തു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇനി പോകില്ലെന്ന് ഉക്രൈൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, മനസ്സിലായി. അത് വളരെ നിർണായകമായാണ്. പോയി കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ സമാധാനത്തിന് പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യ ആദ്യം പറയുന്നു. എന്നിട്ട് ഇന്ത്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണവില ആ സമയത്ത് ഇടിയാനുള്ള സാധ്യതകളുണ്ട് തിങ്കളാഴ്ച. പക്ഷേ നമ്മൾ ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് പറയുന്നത്. നൈജീരിയയിൽ ഫ്ലഡ് ഉണ്ടായിട്ട് 100 പേര് മരിച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, ജസ്റ്റ് പറഞ്ഞപ്പോൾ ഇതുള്ളൂ. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഉള്ളത് 71,160. ഇൻ്റർനാഷണൽ മാർക്കറ്റാണെങ്കിൽ $3,288, -28.90 ഇടിവാണ് ഇപ്പോൾ ഗോൾഡിലുള്ളത്. അതായത് നല്ല രീതിയിലുള്ള തകർച്ച ഗോൾഡ്. ഇന്നലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തന്നെ രാവിലെ തന്നെ തകർന്ന സാധനമാണത്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവിലയൊക്കെ നമുക്ക് വരാം. കേരളത്തിലെ സ്വർണ്ണവില 71,160 തന്നെ തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത നിലയിലാണ് വേറെ ഒരുപാട് ആസ്പെക്റ്റുകളിൽ മാർക്കറ്റ് അടഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സ്വർണ്ണ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരിപ്പോൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാലോ, ജൂൺ 2 എന്ന് പറഞ്ഞാൽ അത് നടക്കുകയാണെങ്കിൽ തന്നെ എന്താ സംഭവിച്ചേക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന സമയത്ത് നടക്കുകയാണെങ്കിൽ അപ്പോൾ ഇടിയാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ ചർച്ചയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും പിന്നെ നടന്നേക്കാവുക. പക്ഷേ ഇതുവരെ ഉക്രൈൻ പോകാമെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പോയിട്ട് ചർച്ച ചെയ്യാൻ മതി അപ്പോൾ. പക്ഷേ അതിന് മുമ്പ് തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. പിന്നെ ചർച്ച നടക്കുകയാണെങ്കിൽ അപ്പോഴേക്കാണ് കുറയുക. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിട്ട് സ്വർണ്ണവില ചർച്ച അഥവാ നടക്കുന്നില്ലെങ്കിൽ ഗോൾഡ് വീണ്ടും നെക്സ്റ്റ് വീക്കിൽ ഉയർച്ചയിലേക്ക് തന്നെയായിരിക്കും അങ്ങനെയും പോയേക്കാവുക. എന്തായാലും നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. ഇനിയും ഗോൾഡ് മാർക്കറ്റ് ഇപ്പോൾ അടഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഗോൾഡിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പുതുതായ തീരുമാനങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്. ഏറ്റവും പ്രധാന ഈ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ഇന്ത്യയിൽ കാത്തിരിക്കുന്നത്. ഒക്കെ ഇന്ത്യയിൽ ഉടനെ വരാം. ഓക്കെ, താങ്ക് യു.